നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ-പാക് ബന്ധങ്ങളുടെ ചരിത്രത്തിലെ നിർണായകമായൊരു ദിവസത്തെക്കുറിച്ചാണ്. പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകോപനം, സമാധാനത്തിൻ്റെ വഴികളെല്ലാം അടഞ്ഞ് യുദ്ധം തൊട്ടരികെത്തിയ ആ മണിക്കൂറുകളെക്കുറിച്ച്. സ്ഥലം കശ്മീരിലെ പഹൽഗാം. നമ്മൾ ടൂറിസ്റ്റുകളുടെ പറദീസ എന്നൊക്കെ പറയുന്ന ആ സ്ഥലം തന്നെ. തീയതി 2025 ഏപ്രിൽ 22. ഈ തീയതിയും സ്ഥലവും ഒന്ന് ഓർത്തു വെച്ചോളൂ, കാരണം എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. പെഹൽഗാമിലെ മാർക്കറ്റിൽ നല്ല തിരക്കുള്ളൊരു വൈകുന്നേരം. ആളുകൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഷോപ്പിംഗ് നടത്തുന്നു. ആ സമാധാനത്തിലേക്ക് ഒരു പ്രകോപനവുമില്ലാതെ പട്ടാളവേഷം ധരിച്ചെത്തിയ തീവ്രവാദികൾ തുരുതുരാ വെടിയുതിർക്കുകയാണ്. അതൊരു സൈനിക ഏറ്റുമുട്ടലായിരുന്നില്ല, സാധാരണക്കാർക്ക് നേരെയുള്ള ഒരു കൂട്ടക്കൊലയായിരുന്നു. 26. അതൊരു വെറും സംഖ്യയല്ല. സ്ത്രീകളും കുട്ടികളുമടക്കം 26 നിരപരാധികളുടെ ജീവനായിരുന്നു അത്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞുപിടിച്ച് നടത്തിയ ആ ആക്രമണം ഇന്ത്യയുടെ നെഞ്ചിലാണ് കൊണ്ടത്. പതിറ്റാണ്ടുകളായി ഇന്ത്യ കാണിച്ച സ്ട്രാറ്റജിക് റെസ്ട്രെയിന്റ് അഥവാ തന്ത്രപരമായ സംയമനം എന്ന നയത്തിന്മേൽ വീണ അവസാനത്തെ ആണിയായിരുന്നു ആ 26 ജീവനുകൾ. ഇന്ത്യയുടെ ക്ഷമയുടെ എല്ലാ അതിരുകളും അവർ ലംഘിച്ചിരുന്നു. ഈ പഹൽഗാം ആക്രമണം പെട്ടെന്നൊരു ദിവസം സംഭവിച്ച ഒന്നല്ല. ഇതിനു പിന്നിൽ പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു നിഴൽ യുദ്ധത്തിന്റെ, അതായത് പ്രോക്സി വാറിന്റെ ഏറ്റവും പുതിയൊരു അധ്യായം മാത്രമായിരുന്നു അത്. എന്താണ് ഈ നിഴൽ യുദ്ധമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഭീകരവാദികളെ ഒരു ആയുധമാക്കി മാറ്റി എതിരാളിയെ നിരന്തരം ശല്യം ചെയ്യുക, മുറിവേൽപ്പിക്കുക. അതാണ് തന്ത്രം. ഇതിന്റെ എല്ലാം വേരുകൾ കിടക്കുന്നത് 80കളിലെ അഫ്ഗാൻ യുദ്ധത്തിലാണ്. അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടിയ തീവ്രവാദികളെ 90കളിൽ അവർ കശ്മീരിലേക്ക് തിരിച്ചുവിട്ടു. പിന്നെ നമ്മൾ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളാണ്. 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം. ഇതെല്ലാം ഈ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. ഇതാണ് പാകിസ്ഥാൻ മിലിറ്ററിയുടെ കോർ തിയറി. അതായത് ഇന്ത്യയുമായി ഒരു പൂർണ്ണ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ലെന്നവർക്കറിയാം. അപ്പോൾ എന്തു ചെയ്യും? ഇടയ്ക്കിടെ ഇതുപോലുള്ള ചെറിയ പക്ഷേ ഒരുപാട് വേദനിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്തുക. അതുവഴി ഇന്ത്യയെ സാമ്പത്തികമായും മാനസികമായും തളർത്തുക. പഹൽഗാമിൽ സംഭവിച്ചതും അതുതന്നെ. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ പഴയതുപോലെ ആയിരുന്നില്ല. പഹൽഗാമിലെ ആ കൂട്ടക്കൊലയോടെ ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു. ഇനി പഴയ കളിക്ക് സ്ഥാനമില്ല, നിയമങ്ങൾ മാറ്റിയെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് രാജ്യം തീരുമാനിച്ചു. പതിറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന ആ സംയമനം, ആ വാക്കിന് അന്ന് അവസാനമാവുകയായിരുന്നു. ആക്രമണ വാർത്ത വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു. പക്ഷേ സന്ദർശനം പാതിവഴിയിൽ നിർത്തി അദ്ദേഹം നേരെ ഡൽഹിയിലേക്ക് പറന്നു. വിമാനം ലാൻഡ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ആയിരുന്നില്ല, നേരെ പ്രതിരോധ മന്ത്രാലയത്തിലെ വാർ റൂമിലേക്കായിരുന്നു. അതൊരു സാധാരണ നടപടിക്രമമല്ല, അതൊരു ശക്തമായ സന്ദേശമായിരുന്നു. ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ ലോകത്തിനുള്ള ആദ്യത്തെ സൂചന. ഒരു വെടിയുണ്ട പോലും പൊട്ടിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രഹരം നയതന്ത്രപരമായിരുന്നു. 1960 സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കുന്നു എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയാണ് സിന്ധു നദി. ആ വെള്ളം നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഒരു മിസൈൽ ആക്രമണത്തേക്കാൾ വലിയ ആഘാതമാണ് ഇസ്ലാമാബാദിൽ ഉണ്ടാക്കിയത്. ഈ നയതന്ത്ര നീക്കത്തിന് ശേഷം 2025 മെയ് 7 പുലർച്ചെ ലോകം ഇന്ത്യയുടെ സൈനിക തിരിച്ചടിക്കായി കാത്തിരുന്നു. പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് അതിർത്തി കടന്നുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ബാലാകോട്ട് മോഡൽ വ്യോമാക്രമണമോ ആയിരിക്കാം. പക്ഷേ ഇന്ത്യയുടെ പ്ലാൻ അതായിരുന്നില്ല. ഇത് യുദ്ധതന്ത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. നോൺ കോണ്ടാക്ട് വാർഫെയർ. പാക് അധീന കശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുമായി 9 ഭീകരവാദ ക്യാമ്പുകൾ. 1-2 അല്ല, 9 എണ്ണം. ലഷ്കർ, ജെയ്ഷ്, ഹിസ്ബുൽ മുജാഹിദീൻ പോലുള്ള സംഘടനകളുടെ പ്രധാന കമാൻഡ് സെന്ററുകൾ. ഇന്ത്യയുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 1:05 തുടങ്ങിയ ഓപ്പറേഷൻ വെറും 25 മിനിറ്റ് കൊണ്ട് അവസാനിച്ചു. 1:30 ആ 9 ലക്ഷ്യങ്ങളും പൂർണ്ണമായി തകർക്കപ്പെട്ടിരുന്നു. ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സാധിച്ചു? അതിന്റെ ഉത്തരമാണ് സ്റ്റാൻഡ് ഓഫ് വെപ്പൻസ്. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇന്ത്യ വിക്ഷേപിച്ചത് 300 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള സ്കാൽപ് ക്രൂയിസ് മിസൈലുകളായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നോ? ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ അതിർത്തി കടക്കുക പോലും വേണ്ടി വന്നില്ല. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് ശത്രുവിന്റെ നെഞ്ചിലേക്ക് തീ കോരിയിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പോൾ 2019 ബാലാകോട്ട് ഓപ്പറേഷനും ഇതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. അന്ന് നമ്മുടെ പൈലറ്റുമാർ അതിർത്തി കടന്നുപോയത് വലിയൊരു റിസ്ക് എടുത്തായിരുന്നു. എന്നാൽ ഇന്ന് റഫാലും സ്കാൽപ് മിസൈലുകളും വന്നതോടെ ആ റിസ്ക് പൂർണ്ണമായും ഇല്ലാതായി. കൂടുതൽ ആഴത്തിൽ, കൂടുതൽ കൃത്യതയോടെ, ഒരു പോരൽ പോലും ഏൽക്കാതെ ആക്രമിക്കാനുള്ള കഴിവ്.
ടെക്നോളജി യുദ്ധത്തിന്റെ നിയമങ്ങളെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു അത്. മുറിവേറ്റ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷെ എങ്ങനെ? ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് അവർക്ക് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അവർ പുതിയ കാലത്തിൻ്റെ ഏറ്റവും ഭീകരമായ ആയുധം പുറത്തെടുത്തു: ഡ്രോൺ കൂട്ടം അഥവാ ഡ്രോൺ സ്വാം. മെയ് 8 രാത്രി ഇന്ത്യൻ റഡാറുകളിൽ പെട്ടെന്ന് അസാധാരണമായ സിഗ്നലുകൾ വരാൻ തുടങ്ങി. ഏകദേശം 400ഓളം ചെറിയ ഡ്രോണുകൾ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ ലക്ഷ്യം വെച്ച് ഒരേ സമയം ഒരുമിച്ച് വരുന്നു. ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു അത്. പക്ഷേ ഇന്ത്യ ഇതിന് തയ്യാറായിരുന്നു. ഇന്ത്യയുടെ മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റം ആ നിമിഷം ആക്ടിവേറ്റ് ആയി. ആദ്യത്തെ ലെയറിൽ റഡാറുകൾ ഈ ഡ്രോൺ കൂട്ടത്തെ കണ്ടെത്തി. അടുത്ത നിമിഷം ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് അവയുടെ സിഗ്നലുകൾ ജാം ചെയ്ത് കൺട്രോൾ നഷ്ടപ്പെടുത്തി നിലത്തേക്ക് വീഴ്ത്തി. ഇതിനെയാണോ സോഫ്റ്റ് കിൽ എന്ന് പറയുന്നത്. ഇനി ഈ പ്രതിരോധവും മറികടന്നു വരുന്ന കുറച്ച് ഡ്രോണുകളെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആകാശത്തു വെച്ച് തന്നെ തകർത്തു. പാകിസ്ഥാന്റെ ഡ്രോൺ യുദ്ധം അതിർത്തിയിൽ തന്നെ അവസാനിച്ചു. ഡ്രോൺ ആക്രമണം പരാജയപ്പെട്ടതോടെ പാകിസ്ഥാൻ അവരുടെ അവസാനത്തെ അടവെടുത്തു. ഇതോടുകൂടി സംഘർഷം ഒരു ബോർഡർ പ്രശ്നത്തിൽ നിന്ന് രാജ്യതലസ്ഥാനത്തിന് നേരെയുള്ള ഒരു ഭീഷണിയായി മാറി. മെയ് 10 പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു. ലക്ഷ്യം ഡൽഹിക്കടുത്തുള്ള ഒരു പ്രധാന എയർഫോഴ്സ് ബേസ്. എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചമായ S-400 സുദർശൻ ആ മിസൈൽ അതിർത്തി കടന്ന നിമിഷം മുതൽ അതിനെ ട്രാക്ക് ചെയ്യുകയായിരുന്നു. അത് ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് സുദർശൻ അതിനെ ഭസ്മമാക്കി. കാര്യങ്ങൾ ഒരു പൂർണ്ണ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷം, ആ നിർണായക ഘട്ടത്തിൽ ന്യൂഡൽഹിയിലെയും റാവൽപിണ്ടിയിലെയും മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലെ ചുവന്ന ഫോൺ റിംഗ് ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും DGMOമാർ സംസാരിച്ചു. അതോടെ വെടിയൊച്ചകൾ നിന്നു. യുദ്ധവിമാനങ്ങൾ തിരികെ പറന്നു. യുദ്ധമൊഴിവായെങ്കിലും സാഹചര്യങ്ങൾ പഴയതുപോലെയായിരുന്നില്ല. ഈ 48 മണിക്കൂർ കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ദശാബ്ദങ്ങളായി ഇന്ത്യ കാത്തുസൂക്ഷിച്ച തന്ത്രപരമായ സംയമനം എന്ന നയം ചരിത്രമായി മാറി. ഇനി മുതൽ ഏതൊരു ഭീകരാക്രമണത്തിനും 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ സൈനിക നടപടി ഉറപ്പാണെന്ന ഒരു പുതിയ നോർമൽ നിലവിൽ വന്നു. ആക്രമിച്ചാൽ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന ഭീഷണിക്ക് പഴയ വിലയിൽ നിന്ന് ഇന്ത്യ തെളിയിച്ചു. പക്ഷേ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. വലിയ ക്യാമ്പുകൾ ഉപേക്ഷിച്ച് ഭീകരർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ജനങ്ങൾക്കിടയിലേക്ക് മാറി. തിരിച്ചറിയാൻ പോലും പ്രയാസമുള്ള പുതിയ തന്ത്രങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ഒരു വലിയ വിജയമായിരുന്നു. എന്നാൽ അത് ഭീകരവാദത്തെ ഇല്ലാതാക്കിയോ അതോ അതിൻ്റെ രൂപം മാറ്റുക മാത്രമാണോ ചെയ്തത്? ഇന്ത്യയുടെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്ന് ലോകം മനസ്സിലാക്കി. പക്ഷേ ഈ പുതിയ യാഥാർത്ഥ്യം കൂടുതൽ സുരക്ഷിതമായ ഒരു ഭാവിയാണോ നമുക്ക് തരുന്നത്, അതോ കൂടുതൽ അപകടകരമായ ഒന്നിൻ്റെ തുടക്കമാണോ? ഈ ചോദ്യം ബാക്കിയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനം ഇവിടെ പൂർത്തിയാക്കുന്നു. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.